എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 41 ചെസ്റ്റ് വരുന്ന ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുണിയിലായാലും ഇതുപോലെ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ അടിഭാഗത്ത് ഞാനിവിടെ ഒരു കാലിഞ്ചും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടിയിൽ പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണത്. ഇനി നിങ്ങൾക്ക് ബാക്ക് പാർട്ട് പട്ട മടക്കി അടിക്കാൻ വെച്ചാൽ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾക്ക് വിടാം. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് കൂട്ടി ഞാനിവിടെ ഒരു 14.5 ഇഞ്ചിൽ നമ്മുടെ ഫുൾ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ 14.5 ഇഞ്ചിൽ ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്തു. പിടിച്ച് തയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ വരുന്നത് ഇവിടെ 6.25 ഇഞ്ചാണ്. അപ്പോൾ ആ 6.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ കുറവാണെങ്കിൽ നമുക്കത് ഇറക്കി മാർക്ക് ചെയ്യാം, കൂടുതലാണെങ്കിൽ കയറ്റി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 5.5 ഇഞ്ച് ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ നീളം മാർക്ക് ചെയ്തു. ഞാനിവിടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ അളവ് വരുന്നത് 41 ചെസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 10.25 ഞാനിവിടെ മാർക്ക് ചെയ്തു. ലൈനിങ് ബ്ലൗസ് ആണെച്ചാൽ നിങ്ങൾ 1/2 ഇഞ്ച് കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ലൂസൊന്നും ആഡ് ചെയ്യുന്നില്ല. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് വരുന്നത് 33 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം ഒരു 8.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ബാക്കിൽ ടക്കിടുന്നവരാണെങ്കിൽ 1 ഇഞ്ച് അവിടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നെക്കിൻ്റെ വീതി വരുന്നത് 3.25 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 3.25 ഇഞ്ചിൽ നമുക്കത് കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് 3.25 ഇഞ്ച് കിട്ടും. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ കുറച്ച് അടിഭാഗത്ത് കുറച്ച് വീതി കൂട്ടി കൊടുക്കുന്നുണ്ട്. ഒരു 3.25 ഇഞ്ചോളം വീതി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതൊരു ബോക്സ് ആക്കിയിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നെക്കാണ് ഇഷ്ടം അതുകൂടെ വരച്ച് കൊടുക്കാം. ഞാനിവിടെ യു നെക്കാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ ആം ഹോൾ കർവ് ഇതുപോലെ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ മാർക്കിങ്ങൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ഞാനിവിടെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അത് വരച്ച് കൊടുത്തു. ഇനി കൈക്കുഴിയുടെ പകുതി മാർക്ക് ചെയ്യാം. പകുതി മാർക്ക് ചെയ്തിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ പകുതി മാർക്ക് ചെയ്തു. നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ടോ കൈ കൊണ്ടോ ഇതില്ലാത്തവർ കൈ കൊണ്ടായാലും 1.5 ഇഞ്ച് കുഴിച്ച് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ആം ഹോൾ കർവ് ഉള്ള കാരണം കൊണ്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആം റൗണ്ട് വരുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ പലർക്കും പല സൈസിലുള്ള, ചിലർക്ക് 8 ആവും, 8.5 ആവും, 8.25 ആവും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആം ഹോൾ ഇതുപോലെ വരച്ച് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കാം 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ ഒരു പോയിൻ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റ് ഒന്നും വന്നാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞു കയറ്റി വരയ്ക്കുക, കുറവാണെങ്കിൽ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആം ഹോൾ അനുസരിച്ച് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ എക്സ്ട്രാ കുറച്ച് സ്പേസ് കിട്ടണ പോലെ ബാക്ക് പാർട്ട് വയ്ക്കുക. പിന്നെ ആ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് പടി സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ഹുക്ക് വയ്ക്കുന്ന പടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ താഴെ നിന്ന് നമുക്ക് ആ ഫ്രണ്ടിലെ കട്ടിങ് ഇതോടുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാവും. ഒരു 4 ഇഞ്ച് കൂടി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 4 അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്കൈയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഷോൾഡറും നെക്കിൻ്റെ വീതിയും കൈക്കുഴിയൊക്കെ
നമുക്കിതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല, ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഷോൾഡർ ഞാനിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. കൈക്കുഴി അതുപോലെ തന്നെ വരച്ച് കൊടുക്കുക. കുറച്ച് സ്പേസ് വേണം നമുക്ക്. ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കവിടെ കൈക്കുഴി വരച്ച് കൊടുക്കാം. അപ്പോൾ കൈക്കുഴി ഞാനവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നെക്കിൻ്റെ വീതി നമുക്കവിടെ മാർക്ക് ചെയ്തു. പിടിച്ച് തയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവാനാണ്. ഇനി സാധാ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച് തന്നെ ആയിരിക്കും ഇറക്കണ്ടാവുക. അപ്പോൾ 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക. അപ്പോൾ ഹൈറ്റ് അനുസരിച്ച് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുക. നല്ല ഹൈറ്റുള്ളവരെന്ന് വെച്ചാൽ ഒരു 6.5 ഇഞ്ച് വരെ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രണ്ട് നെക്ക് ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ടക്കൊക്കെ ഇട്ട് വരുമ്പോൾ ഇത് വി ഷേപ്പിലായി പോകും നമ്മുടെ ഫ്രണ്ട് നെക്ക്. അപ്പോൾ അതാ ഇതുപോലൊരു ഷേപ്പിൽ ഒന്ന് നന്നായിട്ട് കുഴിച്ച് വരച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടക്കിട്ട് കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട് നെക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴി ഒരു 1/2 ഇഞ്ചോളം ഇവിടെ ഇങ്ങനെ കുഴിച്ച് വരയ്ക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. അത് ആ ചെസ്റ്റ് ലൈനിലേക്ക് ഒന്ന് മുട്ടിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നീളം അത് 13.5 ഇഞ്ചാണ് വരുന്നത്. ഇനി ഹൈറ്റുള്ളവരാണെങ്കിൽ ഒരു 14 ഇഞ്ച് വരെ, നല്ല ഹൈറ്റുള്ളവരാണെങ്കിൽ ഒരു 14 ഇഞ്ച് വരെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ 13.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. നമുക്കവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഞാനവിടെ 13.5 ഇഞ്ചിൽ ഇതുപോലെ ലൈൻ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ അകലം 41 ഇഞ്ചാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10 വരുമ്പോൾ 4.1 കിട്ടും. അപ്പോൾ നിങ്ങൾ 4 ഇഞ്ചിലായാലും അവിടെ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റിൽ തന്നെ നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ബസ്റ്റ് പോയിൻ്റ് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ടീനേജേഴ്സൊക്കെ ആണെന്ന് വെച്ചാൽ 8, 8.5 അത് കഴിഞ്ഞിട്ടുള്ള ഏജ് ആകുമ്പോൾ ഒരു 9, 9.5 പിന്നെ 10, 10.5, 11 അങ്ങനെയൊക്കെ പോവും. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ടെക്ക് നമ്മളിവിടെ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് പിടിച്ച് ചെസ്റ്റ് 41ൻ്റെ 4 ഭാഗം വരുന്നത് 10.25 പ്ലസ് 1.5 ഇഞ്ച് ലൂസ് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ. അപ്പോൾ വലിയ 40 സൈസിന് മുകളിലാണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് വരെ ലൂസ് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചോളം നമുക്കവിടെ പോവും. കൈക്കുഴിയുടെ ടെക്ക് വരുമ്പോൾ പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അതവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. അതായത് 1.25 നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത്. ഈ 2.5 ഇഞ്ചും നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വേസ്റ്റ് നമുക്ക് 8.25 ഇഞ്ചാണ് കൂട്ടിയിട്ടുള്ള ആ ഒരു ഒരു മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. 8.25 പ്ലസ് 2.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അത്രയേ ഉള്ളൂ. നമുക്കവിടെ സിമ്പിളായിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പോയിൻ്റൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് കൂടുന്തോറും ഇങ്ങനെയുള്ളൊരു ഷേപ്പായിരിക്കും കിട്ടുക. അപ്പോൾ വേസ്റ്റ് വണ്ണം കുറയും തോറും ഇങ്ങനൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്കവിടെ ആ 2 പോയിൻ്റ് യോജിപ്പിച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റായിരിക്കും ഈ അളവ്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ മെയിൻ ടെക്കിൻ്റെ വീതി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1.25 ഇഞ്ച് അങ്ങനെ 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തു. ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൽ നിന്നും ആ സൈഡ് പാർട്ടിലും നമുക്ക് 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇവിടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇതുപോലൊരു ഷേപ്പ് ചെരിച്ചിട്ടുള്ളൊരു ഷേപ്പ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ബ്ലൗസ് കട്ടിംഗ് ആണ്. ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലൊരു മാർക്കിങ് കൊടുക്കാം. നമ്മുടെ ചെറിയ ടെക്ക് ഇവിടെയാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് മെയിൻ ടെക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അകലത്തിലാണ് നമ്മുടെ ചെറിയ ടെക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അത് ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയ ടെക്ക് നമ്മളോട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ അവിടുത്തെ ടെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകലം വരുന്നത് 2 ഇഞ്ചാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ മാർക്കിങ് കൊടുത്തു. കണ്ടോ, ഇവിടെയും 1/4 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ കൈക്കുഴിയുടെ അവിടുത്തെ ടെക്കിൻ്റെ വീതി. അപ്പോൾ നമ്മൾ 3 ടെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്ക് ആ കട്ടിങ് ഇവിടെ മാർക്ക് ചെയ്യാം. നമുക്കിതാ ഇവിടെ താഴെ നിന്ന് ഒരു 4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇഞ്ചിൽ നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ മെയിൻ ടെക്കിൻ്റെ അവിടുത്തെ ഒരു അളവെടുക്കണം നമ്മൾ. ഒരു 3.5 ഇഞ്ചോളം ഈ ഒരളവ് 3.5 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്യുക. അവിടുത്തെ ഹൈറ്റ് നമുക്കൊരു 3.5 ഇഞ്ച് തന്നെ കൊടുക്കാം കേട്ടോ. അവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേസ്റ്റിൻ്റെ നീളം ഇവിടെ മാർക്ക് ചെയ്യുക. 8.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ചെരിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മളൊരു 3.25 ഇഞ്ചോളം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 പോയിൻറ്റും ചേർത്ത് ഇതുപോലൊരു ഷേപ്പിൽ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അതുപോലൊരു ഷേപ്പിൽ വരച്ചു. ഇവിടെ ഒരു 1/4 ഇഞ്ചോളം ചെരിച്ച് വരയ്ക്കുക കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കട്ടിങ്ങും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. സിമ്പിൾ മെത്തേഡാണ്. എല്ലാവർക്കും ഇത് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കട്ടിങ് ഞാനിവിടെ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ കട്ടിങ്ങിന് ഇത്ര വീതിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടിഭാഗത്തും മുകളിലൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് പോവും. നമുക്കത് കറക്റ്റ് ആ മെഷർമെൻറ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പം അത് കട്ട് ചെയ്തെടുത്തു. തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട് പാർട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അത് മാറിപ്പോവാനുള്ള ബാക്കും ഫ്രണ്ടും തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് അവിടെ നമ്മൾ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ് ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മളിതിൽ കാണിക്കാത്തത്. ഒട്ടും അറിയാത്തവർ അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഫ്രണ്ട് പാർട്ടും നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ടെക്ക് വരുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. നമുക്ക് അപ്പുറത്തെ സൈഡിലും അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടെക്കിലും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ 3 ടെക്കിലും നോച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ആ പട്ട ഇതുപോലെ മെയിൻ ടെക്ക് ഇതുപോലെ പിടിച്ചിട്ട് ആ പട്ട ഒന്ന് വെച്ച് നോക്കാം. കറക്റ്റ് അളവായിരിക്കും. ഡൗട്ടുള്ളവർക്ക് കണ്ടോ, നമുക്കത് കറക്റ്റ് അളവിൽ ഈ മെയിൻ ടെക്ക് ഇങ്ങനെ പിടിച്ചാൽ കണ്ടോ പട്ട കറക്റ്റായിട്ട് കിട്ടും. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ആ കട്ടിങ്ങും ബാക്ക് പാർട്ടൊക്കെ നമ്മൾ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഈ മെത്തേഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.